ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. ബിഗ് ബോസിൽ ഇപ്പോൾ 3-ാം സ്ഥാനത്ത്, ഇപ്പോൾ വോട്ടിങ്ങിൽ 1-ാം സ്ഥാനം അനുമോളും 2-ാം സ്ഥാനം അനീഷും കഴിഞ്ഞ 3-ാം സ്ഥാനത്ത് സ്വന്തമാക്കി നിൽക്കുന്ന ബിഗ് ബോസ് ഫെയിം ഷാനവാസ്. ലോറി ഡ്രൈവറായ പിതാവിൻ്റെ 3 മക്കളിൽ ഒരാൾ. പുല്ലുമേഞ്ഞ വീട് രാത്രിയിൽ ആളിക്കത്തിയതോടെ ജോലി അന്വേഷിച്ച് ഉപ്പ ഗൾഫിലേക്ക്. പ്രവാസ ജീവിതത്തിനിടയിൽ ഉപ്പയെ മരണം വിളിച്ചതോടെ കൂലിപ്പണിക്ക്. ഓട്ടോ ഡ്രൈവർ മുതൽ കെട്ടിടം പണി വരെ ചെയ്ത് കുടുംബം പുലർത്തിയ സീരിയൽ നടൻ ഷാനവാസിൻ്റെ അതികൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ നിറഞ്ഞ കഥയിലൂടെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കടന്നു പോകുന്നത്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കുങ്കുമപ്പൂവിലെ രുദ്രനായും സീതയിലെ ഇന്ദ്രനായും എല്ലാം തിളങ്ങി പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയ നടനാണ് ഷാനവാസ്. ഷാനുക്ക. മലപ്പുറം മഞ്ചേരിക്കാരനായ ഷാനവാസ് ഏറെ കഷ്ടപ്പെട്ടാണ് സീരിയലിലേക്ക് എത്തിയത്. സിനിമാ പാരമ്പര്യമുള്ള കുടുംബമൊന്നുമായിരുന്നില്ല ഷാനവാസിൻ്റേത്. ഉപ്പ ഒരു ലോറി ഡ്രൈവറും ഉമ്മ മൈമുന ഒരു വീട്ടമ്മയുമായിരുന്നു. ഷാനവാസും 2 പെങ്ങന്മാരുമടക്കം 3 പേരായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത്. പുല്ലുമേഞ്ഞ ഒരു സാധാരണ വീട്, അതാണ് ഷാനവാസിൻ്റെ സ്വർഗം. ആ വീട്ടിലായിരുന്നു 10 വയസ്സുവരെ ഷാനവാസും കുടുംബവും ജീവിച്ചിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായ ഒരു ദിവസം, അത് ഷാനവാസിൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസമായിരിക്കും. അടുപ്പിൽ നിന്ന് തീ പടർന്ന് പെട്ടെന്ന് ആ വീട് മുഴുവൻ കത്തിപ്പോയി. നാട്ടുകാരോടിക്കൂടി തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെ നിന്ന് ജീവൻ മാത്രമാണ് തിരിച്ചു കിട്ടിയത്. എല്ലാം കത്തിപ്പോയി. പിന്നീട് സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ഒരു ഓടിട്ട വീട്ടിലേക്ക് താമസം മാറി. പിന്നാലെ ഉപ്പ ഗൾഫിലേക്ക് പോയി. കുടുംബത്തെ രക്ഷപ്പെടുത്താനായി ഉപ്പ ആ പ്രവാസ ജീവിതം ആരംഭിച്ചു. എന്നാൽ അധിക നാൾ കഴിയും മുമ്പേ ഗൾഫിൽ വെച്ച് തന്നെ ഉപ്പയെ മരണം കീഴടക്കി. ചെറിയ കുട്ടികളായിരുന്ന ഷാനവാസിനും പെങ്ങന്മാർക്കും ഉപ്പയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനോ അവസാനമായി ഒരു നോക്ക് കാണാനോ ഒന്നും സാധിച്ചില്ല. ഷാനവാസും കുടുംബവും ഒരുപാട് തേങ്ങലോടെ, ഒരുപാട് നൊമ്പരങ്ങളോടെ കടന്നുപോയ ദിവസങ്ങളായിരുന്നു അത്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സാമ്പത്തികമില്ലാതിരുന്നതിനാൽ ഗൾഫിൽ തന്നെ മൃതദേഹം സംസ്കരിക്കുകയായിരുന്നു. അങ്ങനെ ഉമ്മയെയും 2 പെങ്ങന്മാരെയും പോറ്റേണ്ട ചുമതല ഷാനവാസിൻ്റെ ചുമലിലായി. ഉത്തരവാദിത്തം ഷാനവാസ് ഏറ്റെടുത്തതോടെ ഷാനവാസ് കൂലിപ്പണിക്കിറങ്ങി. കെട്ടിടം പണിക്കും വയറിംഗ് പണിക്കും എല്ലാം പോയി. കിട്ടുന്ന ജോലിക്കെല്ലാം, ആ നാട്ടിൽ എന്ത് ജോലി ചെയ്താൽ കൂലി കിട്ടും, ആ പണിക്കെല്ലാം പോയി. 18 വയസ്സായപ്പോൾ ലൈസൻസ് എടുത്ത് ഓട്ടോ ഓടിക്കാൻ പോയി. പക്ഷേ ഇതിനിടയിലും അഭിനയമോഹം ഷാനവാസിൻ്റെ ഉള്ളിൽ കുഴികുത്തി മൂടി ഒരു ഭാഗത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഉമ്മയ്ക്ക് കിഡ്നി രോഗം ബാധിക്കുന്നത്. വീട്ടിലെ പൊടിയും മറ്റും ഉമ്മയ്ക്ക് അലർജി ഉണ്ടാക്കി. ഇതോടെ നീല പെയിൻ്റ് അടിച്ച 2 നില വീട് വാടകയ്ക്കെടുത്ത് ഷാനവാസും കുടുംബവും അങ്ങോട്ടേക്ക് മാറി. ഞാൻ നേരത്തെ പറഞ്ഞ സിനിമാ മോഹം ഷാനവാസിൻ്റെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. എന്നാൽ അവസരം തേടി നടക്കാനുള്ള പശ്ചാത്തലമില്ലാതിരുന്നതിനാൽ തന്നെ അതിനായിട്ട് അധികം പ്രയത്നിച്ചില്ല. പിന്നെ ഷൂട്ടിങ്ങുകൾ വരുമ്പോൾ കാണാൻ പോവുക പതിവാണ്. ഒറ്റപ്പാലത്ത് സ്പീഡ് ട്രാക്ക് സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ ചെന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി സിനിമയിലേക്ക് അവസരം ലഭിച്ചത്. തുടർന്ന് ഇന്ദ്രനീലം സീരിയലിലും നിത്യദാസിൻ്റെ പെയറായിട്ട് എത്തി. അങ്ങനെ കുങ്കുമപ്പൂവിലെ രുദ്രനായും മായാമോഹിനിയിലും വാസ്തവത്തിലും ശേഷം സീതയിലും എല്ലാം എത്തി. കുങ്കുമപ്പൂ എന്ന സീരിയലിൽ ഒരു ഗുണ്ടയുടെ അതിഥിവേഷമായിരുന്നു. ചെറിയൊരു റോളായിരുന്നു. പക്ഷേ ഷാനവാസിൻ്റെ അഭിനയം ഇഷ്ടപ്പെട്ടതോടെ അത് 950 എപ്പിസോഡ് വരെ നീട്ടി. പിന്നീട് ചെയ്ത സീതയും ഹിറ്റായതോടെ ഷാനവാസിൻ്റെ കുടുംബത്തിൻ്റെ നിലയും ജീവിതവും മെച്ചപ്പെട്ടു. ആ വരുമാനം കൊണ്ട് 2 പെങ്ങന്മാരെയും ഷാനവാസ് കെട്ടിച്ചു വിട്ടു. സുഹാന എന്ന പെൺകുട്ടിയെ സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിച്ചു. 2 മക്കൾ ഇരുവർക്കും ഉണ്ടായി. 10-ാം ക്ലാസ്സുകാരിയായ നഷ്മി ഷാമും 4-ാം ക്ലാസ്സുകാരി ഇബ്നു ഷാമുമാണ് മക്കൾ. ഇപ്പോൾ പഴയ ഓടിട്ട വീട് പൊളിച്ചു കളഞ്ഞ് പുതിയ വീട് നിർമ്മിക്കാനുള്ള പരിശ്രമത്തിലാണ് ഷാനവാസും ഭാര്യയും മക്കളും. അതിനിടയിലാണ് ഷാനവാസ് ബിഗ് ബോസിലെത്തുന്നത്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടി ഷാനവാസിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള ഊർജം ലഭിക്കുമെന്ന് നമുക്ക്
വിശ്വസിക്കാം. ബിഗ് ബോസിൽ ഏറ്റവും മികച്ച കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ഷാനവാസ്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.